നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് ടിവി അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാക്കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1945 ഏപ്രിൽ 30 വംശീയ വിദ്വേഷം വിതച്ച് ദശലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത ദിവസം. രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാനത്തിൽ സോവിയറ്റ് ചെമ്പട തന്റെ സുരക്ഷിത ബങ്കറിൽ ഇരച്ചു കയറുമെന്ന് ഉറപ്പിച്ച ഹിറ്റ്ലർ പ്രിയതമ ഇവ ബ്രൗണിന് സയനൈഡ് പകർത്തു നൽകി ജീവിതം അവസാനിപ്പിച്ചു. ലോകം ഇതുവരെ കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയുടെ പതനമായിരുന്നു അത്. 1889 ബ്രോണോ ആമിനൽ ഒരു സാധാരണ കുടുംബത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജനനം. ക്ലാരയുടെയും അലോയിസിന്റെയും 6 മക്കളിൽ 4ാമനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചിത്ര പുസ്തകം കണ്ടതോടെയാണ് അഡോൾഫ് ഹിറ്റ്ലർക്ക് യുദ്ധത്തോട് അഭിനിവേശം തോന്നി തുടങ്ങിയത്. 1914 യൂറോപ്പിൽ 1ാം ലോക യുദ്ധത്തിന് ആരംഭം കുറിച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ പട്ടാളത്തിൽ ചേർന്ന ഹിറ്റ്ലർക്ക് ആദ്യം കിട്ടിയ പണി ഒരു അഞ്ചലോട്ടക്കാരന്റേതായിരുന്നു. 4 വർഷങ്ങൾ പിന്നിടുമ്പോഴേക്കും യുദ്ധം കടുക്കുന്നു. 4 പാട് നിന്നും ജർമ്മനി വളയപ്പെടുന്നു. യുദ്ധത്തിൽ ഹിറ്റ്ലർക്ക് പരിക്ക് പറ്റി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഹിറ്റ്ലർ പിന്നീട് അറിയുന്നത് ജർമ്മനി കീഴടങ്ങിയ വാർത്തയാണ്. 1919 വേഴ്സായി ഉടമ്പടിയിലൂടെ 1ാം ലോക യുദ്ധത്തിന് അവസാനമാകുന്നു. യുദ്ധം അവസാനിപ്പിച്ച ശേഷം ജർമ്മനി നിരായുധീകരിക്കപ്പെട്ടു. നിയന്ത്രണത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും അവർക്ക് നഷ്ടമായി. ജർമ്മനിയുടെ പരാജയത്തിന് കാരണക്കാർ ജൂതന്മാർ ആണെന്ന ആരോപണങ്ങൾ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നു. നാഥനില കളരിയായി മാറിയ ജർമ്മനിയെ നയിക്കാൻ ഒരു രക്ഷകനായി ഹിറ്റ്ലർ അവതരിച്ചു. പ്രസംഗിക്കാൻ അസാധാരണ വാക്ചാതുരിയുള്ള ഹിറ്റ്ലറെ മേലധികാരികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. രാജ്യത്ത് ഉയർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ജർമ്മൻ ദേശീയത ബോധം ഊട്ടിയുറപ്പിക്കാൻ ഹിറ്റ്ലറുടെ വാക്ചാതുരി മേലധികാരികൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ അമരത്ത് അഡോൾഫ് ഹിറ്റ്ലർ എത്തുന്നു. 1921 നാഷണൽ ഡെമോക്രാറ്റ് ജർമ്മൻ പാർട്ടി എന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി പുനർനാമകരണം ചെയ്തു. അതാണ് പിന്നീട് നാസി പാർട്ടിയായി മാറുന്നത്. തന്റെ അസാമാന്യ വാക്ചാതുരിയും പ്രസംഗശേഷിയും കൊണ്ട് ഹിറ്റ്ലർ നാസി പാർട്ടിയെ പടിപടിയായി ഉയർത്തി. ഒടുവിൽ നാസി പാർട്ടിയുടെ തലപ്പത്തേക്ക് അഡോൾഫ് ഹിറ്റ്ലർ എത്തി. 1923 ഭരണകൂടത്തെ പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചു. ബീർഹാൾ പുഷ് എന്നറിയപ്പെട്ട ഈ അട്ടിമറി ശ്രമം എന്നാൽ പരാജയപ്പെട്ടു. പിടിയിലായ ഹിറ്റ്ലർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1924 ജയിൽ മോചിതനാവുന്ന ഹിറ്റ്ലർക്ക് വലിയ ജനപിന്തുണയാണ് പിന്നീട് ലഭിക്കുന്നത്. ഊർജിത പ്രഭാവത്തോടെയുള്ള പ്രസംഗങ്ങളിലൂടെ വേഴ്സായി ഉടമ്പടിയെ ആക്രമിച്ചും ജർമ്മൻ ദേശീയത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ജൂതവിരുദ്ധത എന്നിവയെ ആശ്രയിച്ചുമാണ് ഹിറ്റ്ലർ ജനപ്രീതി വർദ്ധിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ 1939 പോളണ്ട് അധിനിവേശത്തിലൂടെയാണ് തന്റെ ജർമ്മൻ വിപുലീകരണം ഹിറ്റ്ലർ ആരംഭിക്കുന്നത്. ഈ സൈനിക നീക്കമാണ് 2ാം ലോക യുദ്ധത്തിന് കാരണമായത്. ഹിറ്റ്ലറുടെ കീഴിൽ 1941 ജർമ്മനിയും സഖ്യകക്ഷികളും യൂറോപ്പിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും ഭൂരിഭാഗവും കൈക്കലാക്കി. ഹിറ്റ്ലറിന്റെ സ്വേച്ഛാധിപത്യപരവും വംശീയ യാഥാസ്ഥിതികത്വവും 2ാം ലോക യുദ്ധകാലത്ത് 5 കോടിയോളം പേരുടെ ജീവൻ അപഹരിച്ചു. 6 ദശലക്ഷം ജൂതന്മാരെ കൂടാതെ ജിപ്സികൾ, കമ്മ്യൂണിസ്റ്റുകാർ, യഹോവയുടെ സാക്ഷികൾ, സ്വവർഗ അനുരാഗികൾ തുടങ്ങി പലരും വധിക്കപ്പെട്ടു. ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും ഇല്ലാതാക്കുകയായിരുന്നു ഹിറ്റ്ലറിന്റെ പ്രധാന ലക്ഷ്യം. ജർമ്മൻ പാർലമെന്റ് കെട്ടിടം റെസ്റ്റാഗിന് തീവെച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആരോപിച്ച് വ്യാപകമായി അവർ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ഗ്യാസ് ചേമ്പറുകളിൽ വിഷപ്പുക ശ്വസിപ്പിച്ചായിരുന്നു അയാൾ ജൂതന്മാരെ കൊന്നൊടുക്കിയത്. 1941 മുതൽ 1945 വരെ ഹിറ്റ്ലർ 60 ലക്ഷം പേരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു. 1000 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ആര്യ സാമ്രാജ്യത്തിന്റെ ആര്യരക്തമല്ലാതെ മറ്റൊന്നും പാടില്ലെന്ന് ഹിറ്റ്ലർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ജർമ്മൻ ജനതയുടെ മനസ്സിനുള്ളിൽ ജൂതവിരോധം ഹിറ്റ്ലർ കൊണ്ടുവന്ന ഒന്നല്ല. പൊതുവിൽ യൂറോപ്പിന് ജൂതരോട് പ്രതിപത്തിയില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും പലിശക്കാരുമൊക്കെയായ ജൂതരെ ഒട്ടുമിക്ക ജർമ്മൻകാരും വെറുത്തിരുന്നു. ജർമ്മൻ ജനതയ്ക്കുണ്ടായിരുന്ന ആ ജൂതവിരോധത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഹിറ്റ്ലർ ചെയ്തത്. തന്റെ അധികാര മുന്നേറ്റത്തിനു വേണ്ടി ജൂതവിരോധം ഹിറ്റ്ലർ ആളിക്കത്തിച്ചു. ശത്രു ശക്തനായതിനാൽ ജൂതർ ഭയന്നു. ഭൂരിപക്ഷം ജൂതരും കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ അഭയം പ്രാപിച്ചു. ഇതുതന്നെയായിരുന്നു ഹിറ്റ്ലർക്കും വേണ്ടിയിരുന്നത്. ജൂതർക്കൊപ്പം തങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നു എന്ന് കരുതിയ കമ്മ്യൂണിസ്റ്റുകളെയും അടിച്ചമർത്താൻ പറ്റിയ സാഹചര്യമായാണ് ഹിറ്റ്ലർ അതിനെ കണ്ടത്. ജർമ്മനിയിൽ വളർന്നു വന്നിരുന്ന ദേശീയ ബോധത്തെ ഹിറ്റ്ലർ പരമാവധി ചൂഷണം ചെയ്യുകയായിരുന്നു. ആ
അമിത ദേശീയതയ്ക്കൊപ്പം ശുദ്ധരക്തമുള്ള ആര്യന്മാരുടെ ലോകമെന്ന ഒരിക്കലും നടക്കാത്ത സങ്കല്പം കൂടി ഹിറ്റ്ലർ ജർമ്മൻ ജനതയുടെ മനസ്സിൽ ഘട്ടം ഘട്ടമായി കുത്തിവെച്ചു. അപ്പോഴൊന്നും ജർമ്മൻ ജനത അറിഞ്ഞിരുന്നില്ല ലോക ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായ കാലത്തിലേക്കാണ് അവർ പ്രവേശിക്കാൻ പോകുന്നത് എന്ന്. 1943 ഫെബ്രുവരിയിൽ തന്നെ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ ജർമ്മനിയുടെ 6ാം സേന സോവിയറ്റ് പടയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. 1944 സഖ്യകക്ഷികൾ ഫ്രാൻസിലെ നോർമൻഡി പിടിച്ചടക്കുകയും ജർമ്മൻ പടയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. സോവിയറ്റ് സൈന്യം ഓസ്ട്രേലിയയ്ക്കും പാശ്ചാത്യ സേന റൈനിലേക്കും കടന്നു. 1945 ഏപ്രിൽ അവസാനത്തോടെ പാശ്ചാത്യ സേന എൽബ് നദീതീരത്തേക്ക് മുന്നേറി റഷ്യൻ സേനയുമായി സന്ധിച്ചു. മരണത്തിന് കീഴടങ്ങും മുൻപ് 16 വർഷക്കാലം വിശ്വസ്തയായി കൂടെ നിന്ന ഇവ ബ്രൗണിനെ വിവാഹം കഴിക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. 1945 ഏപ്രിൽ 29 സോവിയറ്റ് സൈന്യം ബെർലിൻ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഹിറ്റ്ലറെ തിരയുന്ന സമയം. അന്ന് ഹിറ്റ്ലറുടെ വിവാഹമായിരുന്നു. ഒളിവ് സങ്കേതത്തിലെ സ്റ്റോർ മുറിയായിരുന്നു വിവാഹവേദി. അന്ന് വൈകിട്ട് 3 മണിക്ക് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. 13 വർഷമാണ് അയാൾ ജർമ്മനിയെ തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയത്. സോവിയറ്റ് യൂണിയന്റെ ചെമ്പട അങ്ങനെ ഹിറ്റ്ലറെ ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാഴ്ചയുമായി അടുത്ത ദിവസം കാണും വരേക്കും നന്ദി.